ഇവനെ പോലെ ഒരു മൃഗമുണ്ടോ? ഒരു MLA ഇത്രയും വൃത്തിയായിട്ട് രീതിച്ച് പെരുമാറാവും. പെണ്ണുങ്ങളെ പിഴപ്പിക്കുക മാത്രമല്ല, പിഴപ്പിച്ച് ഗർഭിണിയാക്കുക, അറിഞ്ഞുകൊണ്ട് ഗർഭിണിയാക്കുക, എന്നിട്ട് അബോർട്ട് ചെയ്യിക്കുക, അങ്ങനെ ചാവുമെന്ന് നോക്കുക. ഒരു കൊലപാതക ശ്രമത്തിൽ കേസെടുക്കുന്ന ഇത്രയൊക്കെ സമയം നോക്കി അയാൾ മാറാനുള്ള അവസരം ഉണ്ടാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവന്റെയൊക്കെ പേര് നടപടി സ്വീകരിക്കും. എന്ത് കറാപ്പുറത്ത് കാണിക്കുന്ന പോലീസുകാരുള്ള രാജ്യമല്ലേ കേരളം. ഏറ്റവും മാന്യമായ പോലീസും ഏറ്റവും അന്വേഷണത്തിൽ ഏറ്റവും മിടുക്ക് പുലർത്തുന്ന പോലീസും കേരളത്തിലെ പോലീസാണ്. അതിനകത്ത് ഏറ്റവും വൃത്തികെട്ടവന്മാരും തന്തയില്ലാത്തവന്മാരും കൊണ്ടുപോകാൻ ഈ അടുത്ത നാളിലാണ് മുണ്ടക്കയം പാറത്തോട് പാർട്ടിയുടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ മണ്ഡലം പ്രസിഡന്റും സ്ഥാനാർത്ഥികളും തന്നെ കൂട്ടേടി 4 എണ്ണം ആശുപത്രികൾ പോലെ. അത് ഇതൊരു സംസ്കാരമാണ് കോൺഗ്രസിന്റെ. അത് മാറാതെ കോൺഗ്രസ് രക്ഷപ്പെടുകയില്ല. നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുമോ അല്ലെങ്കിൽ പിടികൊടുക്കുമോ എന്ന തരത്തിലുള്ള സംശയങ്ങളാണ് രാവിലെ മുതൽ കേൾക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് നിമിഷവും പോലീസിന് കീഴ്പ്പെടും അല്ലെങ്കിൽ പോലീസിന് പിടികൊടുക്കും എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തുവരുന്നു. വളരെ നിർണായകമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PC ജോർജ് മലയാളി വാർത്തയോട് പ്രതികരിക്കുന്നു. സർ, 8 ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്ത് തോന്നുന്നു? ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. അതായത് പ്രധാനമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം പോലീസ് പിടിക്കാത്തതാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ. സാറിന് എന്ത് തോന്നുന്നു ഈ ഒരു വിഷയം? എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അയാൾ ഒരു പൊതുപ്രവർത്തനമായി അംഗീകരിക്കാൻ പോലും നമുക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, ഇവനെപ്പോലും ഒരു മൃഗം ലോകത്ത് ജനിക്കാനുണ്ടോ? ഒന്ന് ആലോചിച്ച്. ഇവനെപ്പോലും ഒരു മൃഗമുണ്ടോ? ഒരു MLA ഇത്രയും വൃത്തിയായിട്ട് രീതിച്ച് പെരുമാറാവും. പെണ്ണുങ്ങളെ പിഴപ്പിക്കുക മാത്രമല്ല, പിഴപ്പിച്ച് ഗർഭിണിയാക്കുക, അറിഞ്ഞുകൊണ്ട് ഗർഭിണിയാക്കുക, എന്നിട്ട് അബോർട്ട് ചെയ്യിക്കുക, അങ്ങനെ ചാവുമെന്ന് നോക്കുക. ഒരു കൊലപാതക ശ്രമത്തിൽ കേസെടുക്കുന്ന ഇത്രയൊക്കെ പിടിക്കാത്ത പോലീസിന്റെ ഇന്നിപ്പം അതിനെ പറഞ്ഞ കൂടിപ്പോവും. കേരള പോലീസ് നോക്കിയിട്ട് അവനെ കിട്ടിയിരുന്ന ആരോട് പറയാൻ കൊള്ളുന്നു? പിന്നെ ഈ ഒരു കാര്യം കുറച്ച് ദിവസമൊക്കെ ഒളിച്ചു വെക്കാൻ പറ്റും. ഈ പൊന്നാട് പോലീസ് എല്ലാം കൂടെ എന്നെ അന്വേഷിച്ചിട്ട് 4 ദിവസത്തേക്ക് ഞാൻ മാറുന്നല്ലോ. അത് കഴിഞ്ഞ് ഞാൻ സ്വയം കായനെ പിടിച്ചു. അങ്ങനെ മാറി നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരുത്തൻ അങ്ങനെ അത്ര വേഗം ഒളിച്ച് കേരളം വിട്ടുപോകാൻ സാധിക്കില്ല. ആ നിലയ്ക്ക് അവനെ സ്വല്പം കൂടെ പോലീസ് ആത്മാർത്ഥത കാണിച്ച് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ജാമ്യം കിട്ടുമോ കോടതി അറിയാൻ വേണ്ടിയിട്ട് ആ പോലീസ് അവനെ സഹായം ചെയ്ത് കൊടുക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ വളരെ ഖേദകരമാണത്. പിന്നെ പിണറായി സർക്കാരിന് എന്തും ചെയ്യട്ടെ, പക്ഷേ ജനങ്ങളെ മുമ്പിൽ അവൻ ശിക്ഷിക്കപ്പെടും. കോൺഗ്രസ് പാർട്ടി അതിനകത്ത് വളരെ മാന്യമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഈ സംഭവം അറിഞ്ഞാലേ അന്നേരം തന്നെ സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം വേറൊരു സ്ത്രീയുടെ പരാതി KPCC പ്രസിഡന്റ് കിട്ടിയപ്പം വേണമെങ്കിൽ അയാൾക്ക് അത് KPCC വെച്ചാൽ പോരെ, അയാൾ അറിഞ്ഞത് തന്നെ അത് DGPക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് കേസെടുക്കാൻ പറഞ്ഞു. അത്ര മാന്യമായിട്ടാണ് കോൺഗ്രസ് ആ കാര്യത്തിൽ സമീപനം സ്വീകരിച്ചിട്ടുള്ളതെന്ന് സന്തോഷകരമാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടം ഒരു കാരണവശാലും ഇനി പൊതുപ്രവർത്തന രംഗത്ത് കാണാൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം. പോലീസ് തന്നെ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിത്താവളങ്ങളിലേക്ക് എത്തുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ പോലീസിൽ നിന്ന് ആരെങ്കിലും വിവരങ്ങൾ ചോർത്തുന്നുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പോലീസിന്റെ ഭാഗത്ത് പുറത്തു വന്നിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ഇതിനകത്ത് സമയം നോക്കി അയാൾ മാറാനുള്ള അവസരം ഉണ്ടാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവന്റെയൊക്കെ പേര് നടപടി സ്വീകരിക്കും. എന്ത് കറാപ്പുറത്ത് കാണിക്കുന്ന പോലീസുകാരുള്ള രാജ്യമല്ലേ കേരളം. ഏറ്റവും മാന്യമായ പോലീസും ഏറ്റവും അന്വേഷണത്തിൽ ഏറ്റവും മിടുക്ക് പുലർത്തുന്ന പോലീസും കേരളത്തിലെ പോലീസാണ്. അതിനകത്ത് ഏറ്റവും വൃത്തികെട്ടവന്മാരും തന്തയില്ലാത്തവന്മാരും കൊണ്ടുപോകാൻ. അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ല. അവനൊക്കെ ആരാന്ന് കണ്ടുപിടിച്ചിട്ട് അവനൊക്കെ സർവീസ് സസ്പെൻഡ് ചെയ്യുകയും ഡിസ്മിസ് ചെയ്യുകയും ചെയ്യണമെന്ന് അതിനുള്ള ആർജവം ഗവൺമെന്റ് പ്രകടിപ്പിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. സർ, അതുപോലെ തന്നെ സാർ ഇപ്പൊ പറയുകയുണ്ടായിരുന്നല്ലോ, അതായത് കോൺഗ്രസ് മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി എടുത്തു എന്ന്. നമ്മളും കഴിഞ്ഞ ദിവസം വരെ എടുക്കുന്ന നടപടികളിൽ അങ്ങനെ തന്നെയായിരുന്നു കരുതിയത്. പക്ഷേ യൂത്ത് കോൺഗ്രസിലെ ഒരു പ്രവർത്തക, കോഴിക്കോടുള്ള ഒരു ഷഹനാസ് എന്ന് പറയുന്ന പ്രവർത്തക ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുകയാണ്. അതായത് ഷാഫി പറമ്പിൽ MP-യോടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലെ ആളുകളോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നുള്ള സൂചനകൾ നൽകിയിരുന്നു. പക്ഷെ അത് അന്നൊന്നും കണ്ടില്ല എന്ന് നടിച്ചത് കൊണ്ടാണ് ഇന്നിപ്പോ ഈ ഒരു ഗതിയിലേക്ക് വന്നത് എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തി. അതിന്റെ ഭാഗമായിട്ട് ചില ഈ ഗ്രൂപ്പുകളിൽ നിന്ന്, അതായത് പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ചില ഗ്രൂപ്പുകളിൽ നിന്ന് ഷഹനാസിനെ പുറത്താക്കിയെന്നാണ് ഇപ്പോ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഷഹനാസ് വെളിപ്പെടുത്തലിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്.
ഒരു ചെറുപ്പക്കാരനെ ഒരു MLA, അത് നല്ലവണ്ണം ജനകീയനായി നിൽക്കുന്ന ഒരു MLA ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഉടനെ അവന്റെ ഒരു അന്വേഷണം ഏർപ്പെടുത്തി അവനെ നശിപ്പിക്കുന്നത് ശരിയല്ല. ആ ഒരു മാനസിക നിലയിലാണ് KPC നേതൃത്വം അന്ന് കണ്ടത്. പക്ഷേ വ്യക്തമായ തെളിവോടുകൂടി കേസ് വന്നതോടുകൂടി അവനെ സസ്പെൻഡ് ചെയ്തു. അതേ ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയും. കോൺഗ്രസ് ഏറ്റവും നല്ലതാണെന്നല്ല, ഇന്ത്യ രാജ്യത്ത് തന്നെ കോൺഗ്രസ് ഇല്ലാതായി. ഇനി എവിടെ കോൺഗ്രസ് ഇരിക്കുന്നു? ഈ കേരളത്തിലാകപ്പെടെ 5-6 കോൺഗ്രസ് അല്ല, ആ കോൺഗ്രസ് തീരുന്ന നിലയിലേക്കാണ്. KPCC നേതാക്കന്മാരെയും കുറ്റപ്പെടുത്താൻ ഞാനില്ല. കാരണം നമ്മുടെ KPC പ്രസിഡന്റ് തന്നെ കുഴപ്പം, അയാളൊരു നല്ല മനുഷ്യനാണ്. നമ്മുടെ VD സതീശൻ പ്രതിപക്ഷ നേതാവ്, അയാളെപ്പറ്റി ഒരു കുറ്റം പറയാനില്ല. അതുപോലെ രമേശ് ചെന്നിത്തല, കേരളത്തിന് മുഖ്യമന്ത്രി കിട്ടാൻ പറയുന്ന ആളാണ് രമേശ് ചെന്നിത്തല. അതുപോലെ തന്നെ നമ്മുടെ സുധാകരൻ എന്താ കുഴപ്പം? അങ്ങനെ മുഴുവൻ നേതാക്കന്മാരും മാന്യന്മാരാണ്. പക്ഷെ അണികൾക്കിടയിൽ ഇപ്പോഴും യോജിപ്പുണ്ടാക്കാൻ കഴിയുന്നില്ല. ഈ അടുത്ത നാളിലാണ് മുണ്ടക്കയം പാറത്തോട് പാർട്ടിയുടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ മണ്ഡലം പ്രസിഡന്റും സ്ഥാനാർത്ഥികളും കോട്ടയടി 4 എണ്ണം ആശുപത്രിയിൽ പോലെ. അത് ഇതൊരു സംസ്കാരമാണ് കോൺഗ്രസിന്റെ. അത് മാറാതെ കോൺഗ്രസ് രക്ഷപ്പെടുകയില്ല എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും ആ സ്ത്രീയുടെ വെളിപ്പെടുത്തലിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ അവർ പറയുന്ന പോലെ പാർട്ടി നേതൃത്വത്തെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഏത് പാർട്ടിയാണെങ്കിലും ഒരു പരാതി കിട്ടിയ ഉടനെ തന്നെ അവർ നടപടി സ്വീകരിക്കുകയല്ലേ ചെയ്യുന്നത്. അതിന് പ്രസ്താവന ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ വേണം ചെയ്യാൻ. ആ നിലയ്ക്ക് താമസിച്ചു പോയി, ഇതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏതായാലും ആ സ്ത്രീ പറഞ്ഞതനുസരിച്ച് ഇവൻ ഏറ്റവും ദുഷ്ടനായ ഒരു കഥാപാത്രം. അതിന്റെ പേര് നടപടി ഉണ്ടാവും. അവനെ ജയിലിൽ പോവും. ജയിൽ ശിക്ഷ മേടിക്കുന്നത് കാണാൻ അവസരം ഉണ്ടാവുമെന്നാണ് എന്റെ വിശ്വാസം. സർ, ഈ വിഷയങ്ങൾ ഇപ്പോ ഇങ്ങനെ ചർച്ചയാവുമ്പോൾ നമ്മൾ ഓർക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് പത്മജ വേണുഗോപാൽ BJPയിലേക്ക്, കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞ ചില പോയിന്റുകൾ. അതായത് പാർട്ടിയിൽ പിന്നെ സ്ത്രീകൾക്ക് ഒരു പരാതി നൽകിയാൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണമെന്നില്ല, കാണാൻ കൊള്ളാവുന്ന സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല കോൺഗ്രസ് എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് കൂട്ടി വായിക്കുമ്പോൾ പത്മജ വേണുഗോപാൽ നൽകിയ സൂചന ഇതൊക്കെയായിരുന്നോ എന്നുള്ള സംശയങ്ങളാണ് വരുന്നത്. പത്മജ വളരെ സത്യസന്ധയായ ഒരു പെൺകുട്ടിയാണ്. പത്മജ വേണുഗോപാൽ പറഞ്ഞത് മുഴുവൻ ശരിയുമാണ്. അവരെ കുറ്റപ്പെടുത്താൻ ആർക്കും കഴിയില്ല. അവര് കരകരണാകരന്റെ മകളാണ്. വളരെ മാന്യമായി ജീവിക്കുന്ന ഒരു കുടുംബിനിയാണ്. ഒരു തെറ്റും കണ്ടെത്താൻ കഴിയാത്ത ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഇപ്പൊ കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ആ പത്മജ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോ ഈ വിഷയത്തില് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനല്ല എന്ന തരത്തിലാണല്ലോ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു വ്യക്തി വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ഇപ്പോൾ കസ്റ്റഡിയിലാണ്. അപ്പോ അതേ വ്യക്തി ചെയ്തിട്ടുള്ള തെറ്റ്, അല്ലെങ്കിൽ കോടതി പറഞ്ഞിരിക്കുന്നത് അതിജീവിതയുടെ ഐഡന്റിറ്റി മനസ്സിലാകുന്ന തരത്തിൽ രാഹുൽ ഈശ്വർ ഒരു പരാമർശം വീഡിയോസ് ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ജെയ്ക്സി തോമസും ഇതേ തരത്തിൽ ഒരു MP-യുടെ മകൾ രാഹുൽ ഈശ്വറിന്റെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇതേപോലുള്ള ചേഷ്ടകൾക്ക് വിധേയമായിട്ടുണ്ട് എന്നുള്ള ഒരു പരാമർശം നടത്തി. അതായത് രാഹുൽ ഈശ്വറും ചെയ്തിട്ടുള്ള അതേ തെറ്റ് തന്നെ ജെയ്ക്സി തോമസും ചെയ്തിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയിലേക്കുള്ള സൂചന നൽകിയിരിക്കുന്നു. അപ്പോ അത് ആ ഒരു തെറ്റാണെങ്കിൽ പോലും അത് ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. അല്ല, അത് പെൺകുട്ടി ഏതാണ് MP ഏതാന്ന് പറഞ്ഞില്ലല്ലോ. കോൺഗ്രസ് എത്ര MP-മാരുണ്ട്? അതിൽ ഏതോ ഒരു MP-യുടെ മകളും തന്നെ ഉള്ളൂ. അത് ഇനി ആളൊന്നുമില്ലല്ലോ. എല്ലാവർക്കും അറിയാം MP ആരാണെന്ന്. അത് വേറെ പക്ഷെ അത് സമൂഹത്തിൻ്റെതായ സ്വന്തമായ കാര്യമാണ്. അവിടെ പോലും MP-യുടെ വീട്ടിൽ പോയി തൊഴിൽ ചെയ്തവനാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. അതാ പറഞ്ഞ അവനൊരു റാസ്കലാണെന്ന് പറയും. എവിടെയൊന്നും ജീവിക്കാൻ അനുവദിക്കാത്ത ഞാൻ എന്റെ നിഷ്പക്ഷമായ അഭിപ്രായം. അത്ര വൃത്തികെട്ടാണെന്ന് എന്റെ അഭിപ്രായം. പിന്നെ രാഹുൽ ഈശ്വർ അവനൊരു വികാരജീവിയാണ്. എനിക്ക് എത്രയോ കൊല്ലമായിട്ട് എനിക്ക് പരിചയമുള്ളതാണ്. ഒരു വികാരജീവി. അയാള് ഈ ബ്രിട്ടീഷ് സായിപ്പന്മാരുടെ സംസ്കാരത്തിലാണ് ജീവിതം. ആ സായിപ്പന്മാരുടെ സംസ്കാരം വരുമ്പോൾ ഭാരത സംസ്കാരത്തോട് യോജിക്കുകയില്ല. അതാണ് തർക്കം. രാഹുൽ ഈശ്വർ പറയുന്നത് ബ്രിട്ടീഷുകാരന് സായിപ്പന്മാർക്ക് മതന്മാർക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? ഈ പതിവ്രത എന്ന് പറയുന്ന അർത്ഥമില്ല. അപ്പൊ ആ സംസ്കാരം ഭാരത സംസ്കാരം യോജിക്കുന്നതല്ല. രാഹുൽ ഈശ്വർ ഭാരതത്തെ പറ്റി പറയുമ്പോൾ ഭാരത സംസ്കാരം വെച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നത് അയാൾ ഭാവിക്കുന്നതാണെന്നാണ് എന്റെ അഭിപ്രായം. ഇന്നിപ്പോ ജാമ്യം കിട്ടാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടെ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നും കൂടെ വാദം കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 1.5 മണിക്കൂറോളമായിരുന്നു കോടതിയിൽ അടച്ചിട്ട റൂമിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള വാദം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോ വീണ്ടും അതേ സന്ദർഭത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.
രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടുകയില്ലോ എന്ന് പറയാൻ ഞാനില്ല. കാരണം ജാമ്യം കൊടുക്കണം എന്നൊരു നിലയാണ് സാധാരണ ഉള്ള ഏത് കൊലക്കേസിനാണെങ്കിൽ പോലും ഇത്ര ദിവസം 90 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടും. അപ്പൊ ഇന്ത്യൻ ഭാരതത്തിന്റെ നിയമ സംവിധാനത്തിൽ പ്രതി കുറ്റക്കാരനായി ശിക്ഷിക്കപ്പെടുന്ന ആ നിമിഷം വരെ അവൻ നിരപരാധി എന്നാണ് കണക്കാക്കേണ്ടത് എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഈശ്വരനെയോ രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റക്കാരെന്ന് പറയാൻ പറ്റില്ല. ആ പെൺകുട്ടികളും എടുത്ത് കേസെടുത്തിട്ടുണ്ട്. കേസിന്റെ അടിസ്ഥാനത്തിൽ വിസ്താരം നടത്തി കോടതി അവനെ ശിക്ഷിക്കുമ്പോൾ അവൻ കുറ്റക്കാരനാവും. പിന്നെ അവനെ പറ്റി പറയാം. അവനെ പറ്റി ഒരു കുറ്റക്കാരനെ കണ്ടുകൊണ്ട് സംസാരിക്കുന്നത് ന്യായമില്ല എന്നാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം. അതാണ് ഭാരത ശിക്ഷാ നിയമം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പൊ പറയുന്നത് വേണമെങ്കിൽ കുറ്റക്കാരനായിട്ട് കണക്കാക്കാം. ഞാൻ അതിനെ കുറ്റപ്പെടുത്താൻ ഉണ്ടാകാറില്ല.